ഹലോ മച്ചന്മാരെ, എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് ക്രെറ്റയുടെ ഏറ്റവും കൂടുതൽ സ്പോർട്ടി ലുക്കിംഗ് ആയിട്ടുള്ള ക്രെറ്റ എസ് ഓപ്ഷണൽ നൈറ്റ് എഡീഷനാണ്. നിങ്ങൾക്കിപ്പോൾ കാണാവുന്ന പോലെ തന്നെ ഒരു മാഫിയ ലുക്ക്, ഇപ്പോൾ ഫ്രണ്ട് തന്നെ ഒരു സ്പോർട്ടി ലുക്ക് തന്നെ. ഫ്രണ്ടിക്ക് ഫുള്ളും ബ്ലാക്ക് കളേർഡായിട്ട് ആ ഇതിൻ്റെ ലോഗോ ഉൾപ്പെടെ നമുക്ക് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ട് പുറത്തുനിന്നൊന്നും പോയിട്ട് ഇനി ആരും ബ്ലാക്ക് ഔട്ട് ചെയ്യാനായിട്ട് മെനക്കെടേണ്ട. കമ്പനി തന്നെ നമുക്ക് ഫുൾ ഒരു ബ്ലാക്ക് ഔട്ട് ചെയ്തിരിക്കുന്ന എഡീഷൻ നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫ്രണ്ടിൽ തന്നെ കണക്റ്റഡ് ആയിട്ടുള്ള DRLs നിങ്ങൾക്കിപ്പോൾ കാണാം. സോ ഇത് കണ്ടില്ലേ, കണക്റ്റഡ് ആയിട്ട് നമുക്ക് ഫുള്ളി DRLs വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് നോർമലായിട്ട് വരുന്ന ക്രെറ്റയ്ക്ക് ഒരു ഗ്ലോസി ഫിനിഷ് ആയിരിക്കും വരുന്നത്. അതൊരു സിൽവർ കളറിൽ ഒരു ഫിനിഷ് ആയിരിക്കും വരുന്നത്. നമുക്ക് ഈ മോഡൽ നമുക്ക് ബ്ലാക്ക് ഔട്ട് ആയിട്ട് വരുമ്പോൾ ഗ്ലോസി ഫിനിഷ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് നടുക്ക് ഇവിടെ ഹുണ്ടായുടെ ലോഗോ ഉൾപ്പെടെ ബ്ലാക്ക് ഔട്ട് ചെയ്തിരിക്കുന്നു. താഴെ നമുക്ക് സ്കിഡ് പ്ലേറ്റ് ഉൾപ്പെടെ നമുക്ക് ബ്ലാക്ക് ചെയ്തിട്ട് കിട്ടുന്നുണ്ട്. നോർമലായിട്ട് വരുമ്പോൾ ഒരു സിൽവർ ഫിനിഷ് ആയിരിക്കും നമുക്ക് സ്കിഡ് പ്ലേറ്റ് വരുന്നത്. LED ആയിട്ടുള്ള ഹെഡ് ലാംപ്സ് ഇവിടെ കാണാം. ഫോഗ് ലാംപ്സ് ആയിട്ടൊന്നും വണ്ടിക്ക് വരുന്നില്ല. സോ ഇത്തരം കാര്യങ്ങളാണ് ഫ്രണ്ട് ലുക്കിൽ വരുന്നത്. സോ ഡയമെൻഷനിലേക്ക് വരികയാണെങ്കിൽ 4.33 മീറ്ററിൻ്റെ ഒരു ലെങ്ത്തും 1.79 മീറ്ററിൻ്റെ ഒരു വിഡ്ത്തും, അതുപോലെ വീൽ ബേസ് വരുവാണെങ്കിൽ 2590 ഒരു വീൽ ബേസും. പിന്നെ നമുക്ക് ഹൈറ്റിലേക്ക് വരികയാണെങ്കിൽ 1.635 ഒരു ഹൈറ്റാണ് വണ്ടിക്ക് വരുന്നത്. 163 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ഹൈറ്റ്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. 190 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വണ്ടിക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മൾ സൈഡ് ലുക്കിലേക്ക് വരികയാണെങ്കിൽ സൈഡ് നമുക്ക് കാലിപ്പേഴ്സ് ഒക്കെ റെഡ് കളറിലും അലോയ്സ് ഫുള്ള് ബ്ലാക്ക് ആയിട്ടായിരിക്കും ഒരു അലോയ് വീൽസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഫുൾ ഓപ്ഷൻ വരുമ്പോൾ ഒരു ഡയമണ്ട് കട്ട് ടൈപ്പ് ആണ്. ഡയമെൻഷൻ വരുമ്പോൾ 215/60 R17 ആണ്. അപ്പോൾ ബാക്കിൽ വരുന്നത് ഡിസ്ക് ബ്രേക്ക് തന്നെയാണ്. പക്ഷേ അതിന് കാലിപ്പേഴ്സ് ഒന്നും ബ്ലാക്ക് ഔട്ട് അല്ല, നോർമലായിട്ടുള്ളൊരു ഡിസ്ക് ബ്രേക്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇത് നമുക്ക് 4 വീൽസിലും ഡിസ്ക് ബ്രേക്ക് കിട്ടുന്ന ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ നമുക്ക് ബാക്ക് ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ ബാക്ക് ഡിസൈനിൽ നമുക്ക് DRLs പോലെ ടെയിൽ ലൈറ്റ് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അത് നമുക്ക് കണക്റ്റഡ് ആയിട്ടുള്ള രീതിയിൽ വരുന്നുണ്ട്. നൈറ്റ് എഡീഷൻ ഒരു ബാഡ്ജിങ് വരുന്നുണ്ട്. നമുക്ക് 4 സെൻസേഴ്സ് താഴെ വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിൽ മെയിനുള്ളൊരു വ്യത്യാസം നമുക്ക് അവിടെ കാണാം. നമുക്ക് ക്രെറ്റയുടെ EX ബേസ് മോഡലാണ് അവിടെ കാണുന്നത്. അവിടെ താഴെ നമുക്ക് സ്കിഡ് പ്ലേറ്റിൽ ഒരു സിൽവർ ഫിനിഷ് വരുന്നുണ്ട്. ഇവിടെ നമുക്കതൊരു ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടൊരു ഫീച്ചറായിട്ട് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലൈറ്റ്സ് മുകളിൽ കാണാം. മുകളിൽ ഷാഫിൻ ആൻറ്റീന. പിന്നെ നമുക്ക് വൈപ്പർ കൺട്രോൾസും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. വൈപ്പർ ഉണ്ട്, ഡിഫോഗർ വന്നിട്ടുണ്ട്. വാഷർ നോബ് മുകളിലാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ടത് റിവേഴ്സ് ലൈറ്റ്സ് കാര്യങ്ങൾ വരുന്നത് താഴെയാണ് റിവേഴ്സ് ലൈറ്റ് വന്നിട്ടുള്ളത്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഇവിടെ LED ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സൈഡ് ലുക്കിലേക്ക് വരുമ്പോൾ ക്രോമിയം ഹാൻഡിൽസ് ഒന്നുമല്ല, നമുക്ക് ബ്ലാക്ക് ആൻഡ് ആയിട്ട് തന്നെ ബോഡി കളേർഡ് ആയിട്ടുള്ള ഒരു ഹാൻഡിൽസും, പിന്നെ നമുക്ക് റൂഫ് റെയിൽസ് വണ്ടിക്ക് വരുന്നുണ്ട്. സൈഡ് ലുക്കിലേക്ക് ഇത്തരം കാര്യങ്ങളാണ് വരുന്നത്. ഹാൻഡിൽസും ഒക്കെ റിക്വസ്റ്റ് ബട്ടൺസ് ഡ്രൈവർ സൈഡിൽ വരുന്നുണ്ട്, ഇവിടെ വരുന്നില്ല. താഴെ നമുക്കൊരു സ്കേർട്ടിങ്ങിൽ പോലെ ഒരു ചെറിയ ഭാഗം പോലെ നമുക്ക് വന്നിട്ടുണ്ട്. അതും ബ്ലാക്ക് ഔട്ട് ആയിട്ടാണ് വരുന്നത്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ഈ സൈഡ് വ്യൂ മിറേഴ്സ് തന്നെ ഇവിടെ നമുക്ക് LED ആയിട്ട് ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ടുണ്ട്. താഴെ ഒരു മാറ്റ് ഫിനിഷും മുകളിലൊരു ഗ്ലോസി ഫിനിഷും, അങ്ങനെയാണ് കമ്പനി കൊടുത്തിരിക്കുന്നത്. സോ ഈ ഫ്രണ്ട് ലുക്കിനെ കുറിച്ച് തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇതൊരു ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആയ നമുക്ക് ഓട്ടോമാറ്റിക്കിൻ്റെ ഒരു ബാഡ്ജ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹുണ്ടായുടെ ലോഗോ ഇവിടെ നമുക്ക് ബ്ലാക്ക് ആൻഡ് ആയിട്ടാണ് കിട്ടുന്നത്. മാസീവായിട്ടുള്ളൊരു ബൂട്ട് കപ്പാസിറ്റി നമുക്ക് വണ്ടിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് പാർസൽ ട്രേ വരുന്നുണ്ട്. 60/40 സ്പ്ലിറ്റും സീറ്റിന് വരുന്നുണ്ട്. ഇതാണ് ബാക്കിലെ ടയർ സെക്ഷൻ വരുന്നത്. ഇനി നമുക്ക് ഇൻറ്റീരിയറിലേക്ക് പോകാം. ഇവിടെ റിക്വസ്റ്റ് ബട്ടൺ വരുന്നുണ്ട്. ഡോർ സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഡോർ സൈഡിൽ വരുന്നത് ഒരു ഗ്ലോസി ഫിനിഷുള്ള ഡോർ ഓപ്പണേഴ്സ് വന്നിട്ടുണ്ട്. മിററിൻ്റെ കൺട്രോൾസ് ഒക്കെ വന്നിട്ടുണ്ട്. ഫോൾഡ് ഉൾപ്പെടെ കിട്ടുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോസും ഇവിടെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് താഴെ നോക്കുകയാണെങ്കിൽ ഒരു കുപ്പി വെക്കാനുള്ള ഒരു സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്പേസും ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് മാനുവലായിട്ട് തന്നെ കിട്ടുന്നുണ്ട്.
പിന്നെ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫുൾ ബ്ലാക്ക് ആയിട്ട് വരുന്ന ഇൻറ്റീരിയേഴ്സ് ആണ്. സീറ്റ്സ് ഫാബ്രിക് ടൈപ്പാണ്, ഒരു ഗ്രേ കളർ നമുക്ക് സെൻറ്ററിലായിട്ടും ബ്ലാക്ക് കളർ മുകളിലായിട്ടും വരുന്ന ഒരു സീറ്റ്സ് ആണ് വണ്ടിക്ക് വരുന്നത്. നല്ല കംഫർട്ടബിൾ സീറ്റ്സ് തന്നെയാണ്. കുഷനിങ് ഒക്കെ അത്യാവശ്യം തൈ സപ്പോർട്ടും നമുക്ക് ബാക്കിൽ വരുന്നുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയറിലേക്ക് കയറി നോക്കാം. 4-സ്പോക്ക് സ്റ്റിയറിംഗിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാവുന്ന പോലെ തന്നെ അത്യാവശ്യം സ്പോർട്ടി ലുക്കിംഗ് ആണ്. ഫ്ലാറ്റ് ബോട്ടം ആയിട്ടാണ് വണ്ടിക്ക് വരുന്നത്. ഇങ്ങനെയാണ് നമുക്കിതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വരുന്നത്. ഓപ്പൺ ആകുമ്പോൾ തന്നെ നമുക്ക് ക്രെറ്റയുടെ ഒരു ചെറിയൊരു ലോഗോ കാണാം. പിന്നെ നമുക്കിവിടെ ഒരു 8 ഇഞ്ചിൻ്റെ ഒരു ടച്ച് സ്ക്രീൻ സിസ്റ്റം വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയും വയർലെസ് ആയിട്ട് തന്നെ ലഭിക്കുന്നു. ഇത് ഓട്ടോമാറ്റിക് വേരിയൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക്കിൻ്റെ ഒരു ഗിയർ കാണാം. ഇത് വണ്ടി വരുന്നത് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 1.5 ലിറ്ററിൻ്റെ ഒരു ഡീസൽ ഗിയർ ബോക്സ് ആണ്, എഞ്ചിനാണ് നമുക്ക് വണ്ടിക്ക് വരുന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വണ്ടിയുടെ മെയിനായിട്ട് നമുക്ക് 3 ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്. അതാണ് ഈ കാണുന്നത് ഇവിടെ. നോർമൽ, ഇത് സ്പോർട്ട് വേരിയൻ്റ് ആണ്. പിന്നെ നമുക്ക് ഈക്കോ വരുന്നുണ്ട്, നോർമൽ, അതുപോലെ സ്പോർട്ട്, അങ്ങനെ 3 ഡ്രൈവ് മോഡ്സ് വണ്ടിക്ക് വരുന്നുണ്ട്. സ്പോർട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് റെഡ് കളേഴ്സ് ആവും 2 സൈഡിൽ വരുന്നത്. അത്രയും കാര്യങ്ങളാണ്. നമുക്ക് ഈക്കോയിലേക്ക് വരുമ്പോൾ ഒരു ഗ്രീൻ കളറും നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ട്രാക്ഷൻ കൺട്രോളും വരുന്നുണ്ട്. ട്രാക്ഷൻ കൺട്രോളിലേക്ക് വരികയാണെങ്കിൽ സ്നോ, മഡ്, അതുപോലെ സാൻഡ്, ഇങ്ങനെ 3 ട്രാക്ഷൻ ഓപ്ഷൻസും അതുപോലെ നമുക്ക് വണ്ടിക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക് AC കിട്ടുന്നുണ്ട്. ബേസ് മോഡലിലേക്കൊക്കെ വരുമ്പോൾ മാനുവൽ AC വരും. ഇതിപ്പോൾ നമുക്ക് എസ് ഓപ്ഷൻ വേരിയൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഓട്ടോമാറ്റിക് AC വരുന്നുണ്ട്. താഴെ നമുക്ക് വയർലെസ് ചാർജിങ് പോലുള്ള ഫെസിലിറ്റീസ് ഇല്ല. നോർമലായിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ്, ഫോണൊക്കെ വെക്കാവുന്ന ചാർജിങ് പോർട്ട് ഇവിടെ കാണാം. USB-യുടെ ഒരു പോർട്ട് ഇവിടെ വരുന്നുണ്ട്. ടച്ച് സ്ക്രീനിൻ്റെ അത്യാവശ്യം ആസ്പെക്ട് റേഷ്യോ നമുക്ക് റിവേഴ്സ് മോഡിലേക്കൊന്ന് ഇട്ട് നോക്കാം. അപ്പോൾ റിവേഴ്സ് മോഡ് ഇങ്ങനെയാണ് ക്യാമറ വരുന്നത്. നമുക്ക് റിവേഴ്സ് ക്യാമറ വരുന്ന അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള ഒരു ക്യാമറ തന്നെയാണ്. നമ്മൾ സ്റ്റിയറിംഗ് മൂവ് ചെയ്യുന്ന ഒപ്പം തന്നെ അത് നമുക്ക് നീങ്ങുന്ന രീതിയിലുള്ള അസിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ലൈൻസാണ് വണ്ടിക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തു പറയേണ്ടത് നമുക്ക് ഡാഷ്ബോർഡിൻ്റെ കാര്യങ്ങളാണ്. ഡാഷ്ബോർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫുൾ ബ്ലാക്ക് ആൻഡ് ആയിട്ട് നമുക്കിവിടെ നേരിയൊരു ബ്രഷ്ഡ് ബ്ലാക്ക് ഫിനിഷാണ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നേരത്തെ നമുക്ക് മറ്റ് മോഡൽസ് ക്രൈറ്റീരിയ വരികയാണെങ്കിൽ അവിടെ നമുക്കൊരു ബ്രോൺസ് ഫിനിഷ് ആയിരുന്നു വന്നിരുന്നത്. ഇപ്പോൾ നമുക്ക് ഈ എസ് ഓപ്ഷൻ നൈറ്റ് എഡീഷനിൽ നമുക്ക് ഇവിടെയൊക്കെ ഒരു ബ്രഷ്ഡ് ബ്ലാക്ക് ഡിസൈനാണ് കൊടുത്തിരിക്കുന്ന കളർ. പിന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുകളിലും അതേ ഒരു ഡിസൈൻ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്ലോസി ഫിനിഷ് ആയിട്ട് ഒരു എയർ ബാഗിൻ്റെ ഒരു ബാഡ്ജിങ് നമുക്ക് ആ സൈഡിൽ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് മാനുവൽ ഡിമ്മിങ് ആയിട്ടുള്ള ഒരു IRVMs ആണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് മിറർ ഉള്ള ഒരു സൺവൈസേഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ടിക്കറ്റ് ഹോൾഡേഴ്സും ഉണ്ട്. നമുക്ക് സൺഗ്ലാസ് ഹോൾഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് LED ആയിട്ട് തന്നെ വരുന്ന ഒരു 2 ലൈറ്റാണ്, റീഡിംഗ് ലൈറ്റാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ബട്ടൺ ഞെക്കുവാണെങ്കിൽ എല്ലാ ലൈറ്റും ഓൺ ആവും. ബാക്കിൽ 4 സൈഡിലോട്ട് ലൈറ്റ് ഓൺ ആവും. പിന്നെ നമുക്ക് ഇവിടെ സൺ റൂഫ് വരുന്നുണ്ട്. അത് 1 ടച്ച് ഓപ്പണിംഗ് ആണ് വണ്ടി വരുന്നത്. ഇങ്ങനെയായിരിക്കും നമുക്ക് സൺ റൂഫ് ഓപ്പൺ ആകുമ്പോൾ വരിക. ഇങ്ങനെയാണ് സൺ റൂഫ് ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്നത്. അത്യാവശ്യം വൈഡ് ഓപ്പണിംഗ് തന്നെ വണ്ടിക്ക് സൺ റൂഫിന് വരുന്നുണ്ട്. പാനോറാമിക് ആയിട്ടുള്ള ഒരു സൺ റൂഫ് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ നമുക്കിവിടെ ഒരു ഗിയർ ബോക്സ് വന്നിട്ടുണ്ട്. ഗിയർ ബോക്സിൽ തന്നെ ഡ്രൈവ് മോഡ്സ് നമുക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്സ് വരുന്നുണ്ട്. ഓട്ടോ ഹോൾഡിൻ്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ കീ വരുന്നത് ഇങ്ങനെയാണ്. ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സിൻ്റെ ഒരു ഓപ്ഷനും ലെതറിൻ്റെ തന്നെ ആംറസ്റ്റ് വരുന്നുണ്ട്. അതിനകത്ത് സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. പിന്നെ കൂൾഡ് ആയിട്ടുള്ള ഗ്ലൗ ബോക്സ് ആണ് നമുക്ക് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിംഗ് ആണ്. ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. ലെഫ്റ്റ് സൈഡ് നമുക്ക് മ്യൂസിക്കിൻ്റെ കൺട്രോൾസും റൈറ്റ് സൈഡിൽ നമുക്ക് ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ കൺട്രോൾസും അങ്ങനെയായിട്ടാണ് സ്റ്റിയറിംഗിൽ വന്നിരിക്കുന്നത്. പുറകിൽ നമുക്ക് പാഡൽ ഷിഫ്റ്റേഴ്സ് കാണും 2 സൈഡിലായിട്ട്. പിന്നെ
എൻജിൻ പുഷ് ബട്ടൺ സ്റ്റാർട്ടും, അതുപോലെ ഓട്ടോ ഓഫിൻ്റെ ഓപ്ഷനും, ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും, അതുപോലെ ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ്മെൻറ്റ്സും സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കണക്റ്റഡ് ടൈപ്പ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് നമുക്ക് തോന്നുന്നത്. ഇത്രയൊരു രീതിയിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കമ്പനി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിലെ സ്പേസും കാര്യങ്ങളും നോക്കാം. നമുക്ക് സൺബ്ലൈൻസ് വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു, സൺബ്ലൈൻസ് ഉള്ളത്. കാരണം ഈ ചൂടത്ത് സൺബ്ലൈൻസ് വളരെ ഒരു കാര്യമാണ് കമ്പനി കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് താഴേക്ക് വരികയാണെങ്കിൽ സ്പീക്കർ ഗ്രില്ലും താഴെ ഒരു സ്റ്റോറേജ് സ്പേസും വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ വരികയാണെങ്കിൽ നമുക്കിവിടെ സ്റ്റോറേജ് സ്പേസ് ലെഫ്റ്റ് സൈഡിൽ വരുന്നുണ്ട്. ഇവിടെ അങ്ങനെയൊന്നും വന്നിട്ടില്ല. പിന്നെ നമുക്ക് AC വെൻസ് നടുക്ക് വന്നിട്ടുണ്ട്. താഴെ ഒരു ഫോൺ വെക്കാൻ ഇതിലൊരു സ്റ്റോറേജ് സ്പേസും അതുപോലെ ചാർജിങ് ഓപ്ഷനും വന്നിട്ടുണ്ട്. സീറ്റ്സൊക്കെ അത്യാവശ്യം കുഷനിങ് ആണ്. നമുക്ക് ആംറസ്റ്റ്, റെയർ ആംറസ്റ്റ് വരുന്നുണ്ട്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള 2 ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. നമുക്ക് ആ സൺറൂഫിൻ്റെ ഒരു വ്യൂ ഇവിടം വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. നല്ലൊരു കാര്യം തന്നെയാണ്. അത്യാവശ്യം തൈ സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം സീറ്റ് നമുക്ക് കൊടുക്കുന്നുണ്ട്. നല്ല സ്പേസ് ഇൻറ്റീരിയറിൽ കിട്ടുന്നുണ്ട്. ഒരു SUV ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നമ്മൾ സ്പേസിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. വണ്ടിക്ക് 4.3 മീറ്റർ ലെങ്ത് വരുന്നുണ്ട്. ബൂട്ട് സ്പേസ് ആണെങ്കിലും ഇൻറ്റീരിയറിൽ വരുന്ന സ്പേസ് ആണെങ്കിലും നല്ലൊരു സ്പേസ് തന്നെ കമ്പനി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എൻജിൻ സെക്ഷനിലേക്ക് കടക്കാം. എൻജിൻ സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് 114 bhp ആണ് പവർ വരുന്നത്. അതുപോലെ 250 Nm ടോർക്കാണ് ഈ ഡീസൽ എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നല്ലൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു എൻജിൻ തന്നെയാണ് ഈ വണ്ടിക്ക് വരുന്നത്. എൻജിൻ ബേ ഒക്കെ കാണാവുന്ന നല്ലൊരു രീതിയിൽ നമുക്ക് ഇൻസുലേഷൻ ഉൾപ്പെടെ കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ഷനിലേക്ക് കടക്കാം. സോ ദ പ്രൈസ് 20,81,000 നിങ്ങൾക്ക് ഓൺ റോഡ് ഈ വണ്ടി ഇറക്കാൻ പറ്റും ആഫ്റ്റർ ദ GST റിഡക്ഷൻ. ലിമിറ്റഡ് സ്റ്റോക്സ് ആണ് വണ്ടി അവൈലബിൾ ആയിട്ടുള്ളത്. കോട്ടയം അടിച്ചിറയിലുള്ള പോപ്പുലർ ഹുണ്ടായിൽ വിളിച്ച് നിങ്ങൾ വണ്ടി ഇപ്പോൾ തന്നെ ബുക്ക് ചെയ്തോളൂ. പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ഇറ്റ്സ് മീ ഗിരി സൈനിങ് ഓഫ്. ഗുഡ് ബൈ ഗൈസ്.